വിജയം ഒരിക്കലും പരാജയമാറില്ല, പക്ഷേ വിജയ് ഒരു വൻ പരാജയമായി മാറി. തമിഴ്നാടൻ വിജയാണ്. അതെ, അത് വിജയ് പരാജയമല്ല, സമ്പൂർണ്ണ തോൽവി ആയി എന്നുള്ളതാണ്. എന്താ ഈ TVK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. തമിഴ് വെട്രി കഴകം, തമിഴ് വെട്രി കഴകം എന്നുള്ള സാധനം ഇപ്പോ തൃഷ വിജയ് കഴകം എന്നുള്ളതിന് വേറൊരു വാക്കും കൂടി ചേർത്താണ് ഇപ്പോ അവതരിപ്പിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വിജയ് വലിയ രീതിയിലുണ്ട്. ഇനി എന്തുകൊണ്ട് വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തി എന്നുള്ളത് കാര്യം, അദ്ദേഹത്തിന്റെ സിനിമ കരിയർ അതിൽ വലിയൊരു ഇടിവ്, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം. ഈ കൊറോണയ്ക്ക് ശേഷം സിനിമാ മേഖലയിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ താരത്തിന്റെ ആവശ്യമില്ല. ഇപ്പോ ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു സൂപ്പർ താരത്തിന്റെ ആവശ്യമില്ല. കാരണം ഒരു സൂപ്പർ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആളുകളെ തിയേറ്ററിൽ വിളിച്ചു കൂട്ടുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മുടെ ഫീൽഡില് മമ്മൂട്ടിക്കും മോഹൻലാലിനും പോലും വലിയ പരിമിതി ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം ഒരു സിനിമ പരമാവധി 2-3 ആഴ്ച തിയേറ്ററിൽ ഓടിയാൽ അതിനുശേഷം നേരെ OTT പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഒരു സൂപ്പർ താരത്തെ നിർത്തി ശതകോടികൾ അല്ലെങ്കിൽ കോടികൾ പ്രതിഫലം കൊടുത്ത് വമ്പൻ ബജറ്റിൽ സിനിമ എടുക്കാൻ ബുദ്ധിയുള്ള നിർമ്മാതാക്കൾ ഇപ്പോൾ തയ്യാറാകില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല സൂപ്പർ താരങ്ങളും ഇപ്പോൾ കോംബോ ആയിട്ടാണ് വരുന്നത്, കോംബോ ഓഫർ. ഇപ്പൊ രജനീകാന്തും കമൽഹാസനും ഒക്കെ തമിഴ്നാട്ടിൽ ഒന്നിക്കുന്നു, ഇവിടെ മലയാളത്തിലും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒന്നിക്കുന്നു. കാര്യം മിനിമം ഗ്യാരണ്ടി അത്തരം ചില സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മുടക്കിയ പൈസ തിരിച്ചു കിട്ടുള്ളൂ. അത് ഐക്യമുന്നണി ആയിരിക്കുന്നു, ഒറ്റയ്ക്ക് പണ്ട് CPM കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കുക, ഇപ്പൊ ഐക്യമുന്നണി ആയതുപോലെ. അതെ, അപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം വിജയ്ക്ക് ആ തിരിച്ചറിവ് ഉണ്ടായി. അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ പല സിനിമകളും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ പഴയ ആഘോഷങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ വിജയ് ഒരു നടനെന്ന രീതിയിലും അദ്ദേഹത്തിന് വളരെ പരിമിതികളുണ്ട്. ഒരു സിനിമയിൽ എണ്ണം പറഞ്ഞ ഡാൻസ്, എണ്ണം പറഞ്ഞ ഫൈറ്റുകൾ, ഇതിനപ്പുറം എല്ലാ സിനിമയിലും ഏതാണ്ട് വിജയ് ഒരേപോലെ തന്നെ ഇരിക്കും, ഒരേ എക്സ്പ്രഷൻ, ഒരേ രീതി, ഒരേ അഭിനയം. പക്ഷെ വലിയ രീതിയിലുള്ള ആസ്വാദക പിന്തുണ അല്ലെങ്കിൽ ഫാൻസ് ഫോളോയിങ് ഉള്ള ഒരാളെന്ന നിലയിൽ പുള്ളിക്കാരൻ അങ്ങ് തെറ്റിദ്ധരിച്ചു. എനിക്ക് വേണ്ടി ഈ ആഘോഷങ്ങൾ നടത്തുന്നവരെല്ലാം തന്നെ എന്റെ പാർട്ടി പ്രവർത്തകരായി മാറും എന്ന് കണ്ടുകൊണ്ടാണ് തമിഴ് വെട്രി കഴകം എന്ന രീതിയിൽ അദ്ദേഹം പാർട്ടി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഒരു കർട്ടൻ റൈസർ നടത്താമായിരുന്നു, അത് ചെയ്തില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് മൊത്തത്തിൽ അങ്ങ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് ഞാൻ തന്നെ എന്ന രീതിയിൽ വിജയ് അങ്ങ് തുടങ്ങി വെച്ചത്. ഇപ്പൊ തൊട്ടു പിന്നാലെ അദ്ദേഹം ഈ ആരാധകര് വന്നവര് TVK പ്രവർത്തകരൊന്നുമല്ല, വിജയ് എന്ന താരത്തെ കാണാൻ വന്നവരാണ്. 41 പേരാണ് തിക്കിലും തിരക്കിലും മരിച്ചത്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് ഇപ്പൊ കേസും വഴക്കുമായിട്ട് ഇങ്ങനെ CBI വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ CBIക്ക് കത്തെഴുതിയിരിക്കുക, എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അവിടെ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലൊക്കെയാണ്, കേസും നടപടികളും ഒക്കെ തമിഴ്നാട്ടിലോട്ട് മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും ആ വഴിക്ക് അവിടെ നടക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു പ്രഖ്യാപനം അങ്ങ് സൗകര്യപൂർവ്വം അങ്ങ് വിഴുങ്ങിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് മത്സരിച്ച് മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ ആൾ DMKയോട് എനിക്ക് അയിത്തമാണ്, AADMKയോട് അയിത്തമാണ്, BJP-ന്റെ ബദ്ധശത്രുവാണ്. കാര്യം അദ്ദേഹത്തിന്റെ മെഴ്സൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോൾ BJP-യും അദ്ദേഹവുമായിട്ട് ഭയങ്കര ഫൈറ്റ് നടന്ന് അന്ന് BJP അദ്ദേഹത്തിന്റെ മതം ഉപയോഗിച്ചു പോലും വിജയ്ക്കെതിരെ വലിയ പ്രചരണം, ജോസഫ് വിജയ് എന്ന രീതിയിൽ പോലും പ്രചരണം വന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ BJP-യോട് വലിയ അയിത്തം ഉണ്ട് എന്ന് പറഞ്ഞ വിജയ് ഇപ്പോ BJP-യോട് പോലും സന്ധി സംഭാഷണത്തിന്, സഖ്യസാധ്യതകൾക്ക് ശ്രമിച്ചു. ഇപ്പൊ BJP അല്ലെങ്കിൽ അവിടുത്തെ ഇതിനൊരു കാരണം കൂടി പ്രബലമായിട്ടുള്ളത്, കഴിഞ്ഞ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ മാട്രിക്സിന്റെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടൊരു പ്രവചനം വന്നിരുന്നു. സർവേ ഫലം, പ്രവചനമല്ല സർവേ ഫലം. അത് പ്രകാരം തമിഴ്നാട്ടിൽ DMK അട്ടിമറിക്കപ്പെടും. DMKയ്ക്ക് പകരം അവിടെ AADMKയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വരികയാണ്. ആ കുടുംബത്തിന്റെ ഭരണം തീർന്നു. അങ്ങനെ കൂടാതെ അതിൽ TVKയ്ക്ക് പ്രവചിച്ച സീറ്റുകൾ എത്ര എന്നറിയാമോ? കഷ്ടിച്ച് സിംഗിൾ ഡിജിറ്റ് കഴിഞ്ഞ് 12 സീറ്റാണ്. 12 to 14% അവരുടെ കൃത്യം വരുന്ന വാർത്തകൾ പ്രകാരം ഇപ്പൊ വിജയ് പെരുമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ, അത് DMKയുടെ ഉറച്ച കോട്ടയാണ്, അവിടെ മത്സരിക്കാൻ വിജയ് തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു സീറ്റിന്റെ കാര്യത്തിൽ മാത്രമേ TVKയ്ക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. ബാക്കി എത്ര സീറ്റിൽ ജയിക്കുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഏതായാലും 243 മണ്ഡലങ്ങളിൽ ഏതാണ്ട് പകുതിയോളമെങ്കിലും ഒറ്റയ്ക്കാണല്ലോ മത്സരിക്കുന്നത്. ജയിച്ചാൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന പോലെ പരിപാടിയൊക്കെ നടക്കുള്ളൂ. ഏതായാലും അതിന്റെ 7 അയലക്കത്തോ പോകില്ല. അവിടെ
കമൽഹാസൻ ഇറങ്ങി കളിച്ചതാണ്, പുള്ളിക്ക് കൈപൊള്ളി മടങ്ങി. രജനീകാന്ത് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ മടങ്ങി. അതിനു മുമ്പും ചരിത്രമുണ്ട്. ശരത് കുമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ്, നടന്നില്ല. നമ്മുടെ വിജയകാന്ത് അവിടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി, കുറച്ച് സക്സസ് അദ്ദേഹത്തിന് ഉണ്ടായി. പക്ഷെ MGRനെ പോലെയോ ജയലളിതയെ പോലെയോ പഴയ തമിഴരല്ല ഇപ്പോ. പണ്ട് അന്ധമായ താരാരാധന വെച്ചുകൊണ്ട് ഈ രണ്ട് നേതാക്കളെ തമിഴ്നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു തുടർച്ച ജയലളിത ഇപ്പൊ അരങ്ങൊഴിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ഒരു പിന്തുടർച്ച തനിക്ക് കിട്ടും എന്ന് കരുതിയാണ് വാസ്തവത്തിൽ വിജയ് ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഏതായാലും വിജയ്ക്ക് ഈ പറയുന്ന പരിപാടി നടപ്പുള്ള കാര്യമല്ല എന്നുള്ളതാണ്. BJP കൊടുത്ത ഓഫർ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പരമാവധി 80 സീറ്റ് തരാം, 5 വർഷം നമുക്ക് അധികാരം കിട്ടിയാൽ 5 വർഷത്തിൽ 2.5 വർഷം നിങ്ങൾക്ക് മുഖ്യമന്ത്രി പദവിയും കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു വാർത്ത വന്നു, ഉപമുഖ്യമന്ത്രി 5 വർഷത്തിലും ഉപമുഖ്യമന്ത്രി ആയിട്ടിരിക്കാം. വിജയ് പറഞ്ഞു പറ്റത്തില്ല, നടക്കത്തില്ല, ഏതായാലും ഒറ്റയ്ക്ക് തന്നെ നിൽക്കുമെന്നാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു സംഗതി ഉണ്ടായി. ഈ വിജയുടെ ഉറ്റ ഒരു അനുയായി ഉണ്ട്, ആധവ് അർജുന, TVKയുടെ വിജയ് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ നേതാവാണ്. ഇദ്ദേഹം വെറുതെ ഇരുന്ന് രജനീകാന്തിനെ പോയങ്ങ് ചൊറിഞ്ഞു. രജനീകാന്ത് നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വന്ന ഒരാളാണല്ലോ, അദ്ദേഹം പിന്നെ അവിടുന്ന് പിൻവാങ്ങുകയും ചെയ്തു. അതെ, അതിന്റെ കാരണം DMK ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അപ്പൊ ഇത് വന്നതോടുകൂടി ഈ വിജയോട് കുറച്ചെങ്കിലും ഇത്തിരിയെങ്കിലും സൗമനസ്യം കാണിച്ചുകൊണ്ടിരുന്നത് AIDMK ആണ്. BJP ആയിട്ട് ഇങ്ങനെ വിലപേശൽ നടക്കുന്നതിന്റെ ഇടയിലും AIDMKയുടെ നേതാവ് നമ്മുടെ എടപ്പാടി പളനിസ്വാമി, അദ്ദേഹം ഒറ്റടിക്ക് വിജയിനെ അങ്ങ് തള്ളി പറഞ്ഞു. ഇപ്പൊ ചുരുക്കി പറഞ്ഞ നിലയില്ലാ കയത്തിൽ വീണ് കിടക്കുകയാണ് വിജയ്, ട്രംപിനെ പോലെ. അതെ, അതിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും വരുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങി 41 പേരുടെ ജീവന് സമാധാനം പറയേണ്ടി വന്നു. 2-3 ദിവസം മുമ്പ് വീണ്ടും സമാനമായ അദ്ദേഹത്തിന്റെ റാലിയിൽ അപകടം ഉണ്ടായ 6 പേർക്ക് ഗുരുതര പരിക്ക് പറ്റി. പിന്നെ അതിന്റെ ഇടയിലാണ് സ്വന്തം ഭാര്യ ഇദ്ദേഹത്തെ പരസ്ത്രീ ബന്ധം ആരോപിച്ച് വിവാഹമോചന ഹർജിയുമായിട്ട് വന്നേക്കുന്നത്. പക്ഷേ വിജയുടെ മനസാന്നിധ്യവും തൊലിക്കെട്ടിയും സമ്മതിച്ചേ പറ്റൂ. ഈ സംഭവങ്ങൾക്കിടയിലും ഈ ആരോപണ വിധേയയായ ആ താരത്തെ, സിനിമാ താരത്തെ തോളത്ത് കൈവിട്ട് അദ്ദേഹം പൊതുപരിപാടികളിലും പൊതുവേദികളിലും ഒക്കെ എത്തി. ഒരു ഗണേഷ് കുമാർ തന്നെയാണ്. അപ്പൊ ഈ തമിഴ്നാട്ടില് ഈ അമ്മ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ, വൈകാരിക തലം വളരെ പ്രധാനമാണ് തമിഴർക്ക്. അപ്പോ കുടുംബ ബന്ധങ്ങൾക്ക് ഇത്രയൊക്കെ വിലയെ കൽപ്പിക്കുന്നുള്ളൂ. അമ്മ എന്നാണല്ലോ. അതെ, അതൊരു വിജയുടെ ഭാര്യയും ഒരമ്മ തന്നെയാണ്. അപ്പോ ഇത്തരത്തിൽ കുടുംബ ബന്ധങ്ങൾക്കും അതിന്റെ പവിത്രതയ്ക്കുമൊക്കെ ഇത്ര നാമമാത്രമായ വില മാത്രം കൽപ്പിക്കുന്ന വിജയ് അവിടെ ഇപ്പോ നായകനിൽ നിന്ന് മാറി വില്ലന്റെ പ്രതിച്ഛായയിലാണ് വാസ്തവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ രംഗപ്രവേശം ചെയ്ത് ഈ പറയുന്ന മുഖ്യമന്ത്രി പദവി സ്വപ്നം കണ്ട വിജയ് തൽക്കാലം ഈ തീരത്തിരുന്ന് തിര എണ്ണുകയല്ലാണ്ട് നിവൃത്തിയില്ല, കപ്പൽ കരയിലിരുന്ന് തുരുമ്പെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കി പറഞ്ഞാൽ തമിഴ് വെട്രി കഴകം എന്ന TV അല്ല, ഒരു കാര്യം കൂടി പറയും, അതാണ് അതിന്റെ രസകരമായ സംഗതി. അതാണ് ഈ തമിഴ്നാട്ടില് മുമ്പ് രജനീകാന്ത് രാഷ്ട്രീയ പ്രവേശം നടത്തും എന്നൊരു കിംവദന്തിയൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അണ്ണാമലൈ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അതില് ഇദ്ദേഹം രജനീകാന്ത് സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ വന്ന കിംവദന്തികൾ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു, പാർട്ടി ചിഹ്നം സൈക്കിൾ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ഒരു സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അല്ല ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ട് മുമ്പ് ഒരു സിനിമ എന്നതാണ് ഒരു രീതി. അപ്പൊ അത് പ്രമാണിച്ചാണ് ഇദ്ദേഹം മറ്റേ ജനനായകൻ എന്നും പറഞ്ഞൊരു സിനിമ വൻ ബജറ്റില്, ഒരു തെലുങ്ക് പടത്തിന്റെ റീമേക്കാണ് അത് ഇങ്ങോട്ട് ചെയ്തത്. ആ സിനിമ റിലീസായി വമ്പ ഹിറ്റടിച്ചു കഴിഞ്ഞാൽ തന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്നാണ് വിജയ് കരുതിയത്. ആ സിനിമ പെട്ടിക്കകത്താണ്. അതിന്റെ OTT എടുത്തിരുന്ന ആമസോൺ പ്രൈം എന്ന് പറയുന്നത് കണ്ടം വഴി ഓടുകയും ചെയ്തു. 121 കോടി രൂപ റിലീസിന് മുമ്പ് തന്നെ നഷ്ടവുമായി പോയി. അതിന്റെ രസകരമായ സംഗതി, ഇതെന്റെ അവസാന ചിത്രം എന്നാണ് വിജയ് പറഞ്ഞത്. ഇതിനുശേഷം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല, ഇത് കണ്ടെല്ലാവരും തൃപ്തിപ്പെട്ടോണം. പക്ഷെ അതില് നമ്മുടെ മലയാളി നടി മമത ബൈജു ആണ് അതില് നായിക. അവര് ഇതിനു മുമ്പ് ഒരു പ്രസ്താവന നടത്തി, വിജയുടെ അവസാന ചിത്രം തന്നെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും തീരുമാനം. രാഷ്ട്രീയത്തിൽ പൊട്ടി പോളീസായ പിന്നെ വീണ്ടും അദ്ദേഹം പവനായി ശവമായി വീണ്ടും സിനിമയിലോട്ട് തന്നെ തിരിച്ചു വരും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ തമിഴ് വെട്രി കഴകം എന്നുള്ളതിന്റെ ഒരു എക്സ്പാൻഷൻ നമുക്ക് മാറ്റേണ്ടി വരും. തമിഴ് വിട്ട് കളിക്കടേ എന്ന് തമിഴ് പറയുന്നതായിട്ടാണ് വരുന്നത് അനുഭവത്തിൽ, അല്ലേ? യെസ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.